ജീവിത സത്യങ്ങൾ സ്വപ്നങ്ങൾ ചിന്തകൾ കൈകോർത്തു നിൽക്കും ഈ വേദി. ജീവിത സത്യങ്ങൾ സ്വപ്നങ്ങൾ ചിന്തകൾ കൈകോർത്തു നിൽക്കും ഈ വേദി. ഇന്നീ യുഗത്തിൻ കലാതത്വവേദിയായി മാറ്റും മഹാസംഘവേദി. മാറ്റും മഹാസംഘവേദി. ആദിപുരാതന ഗായകർ പാടിയ രക്തച്ചുവപ്പാർന്ന പാട്ടും രക്തച്ചുവപ്പാർന്ന പാട്ടും. ആദിപുരാതന ഗായകർ പാടിയ രക്തച്ചുവപ്പാർന്ന പാട്ടും രക്തച്ചുവപ്പാർന്ന പാട്ടും. ഈറക്കുഴലും തുടിയും ചിലമ്പുമായി ഉണരട്ടെ ഈ സംഘവേദി. ഉണരട്ടെ ഈ സംഘവേദി. അഗ്നിയും രോഷവും ചാലിച്ചു വാർത്തൊരു പുത്തനാം നാട്യരൂപങ്ങൾ. പുത്തനാം നാട്യരൂപങ്ങൾ. അഗ്നിയും രോഷവും ചാലിച്ചു വാർത്തൊരു പുത്തനാം നാട്യരൂപങ്ങൾ. പുത്തനാം നാട്യരൂപങ്ങൾ. കാഴ്ചവെക്കുന്നു കലാകൈരളി നിന്റെ കാൽക്കാരിൽ ഈ സംഘവേദി. വൈദേശികാധിപത്യത്തിന് കീഴിൽ നൂറുകണക്കിന് വർഷങ്ങൾ പാരതന്ത്ര്യത്തിന്റെ ചങ്ങലക്കെട്ടുകളാൽ വരിഞ്ഞു മുറുക്കപ്പെട്ട് അടിമകളെപ്പോലെ ജീവിച്ച ഒരു ജനത. ഭാഷയിലും വേഷത്തിലും സംസ്കാരത്തിലും ഓരോ അണുവിലും വൈജാത്യങ്ങളാൽ വിഭിന്നമാക്കപ്പെട്ട ജനങ്ങൾ. ഭാരതീയർ എന്ന ദേശവികാരത്തിൽ ഒറ്റക്കെട്ടായി സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായി നെഞ്ചൂക്കോടെ പടപൊരുതി. ജീവനും ജീവിതവും ഹൃദയരക്തവും നൽകി ധീരന്മാരായ പോരാളികൾ ഈ പോരാട്ടങ്ങൾക്ക് കരുത്തു പകർന്നു. വിവിധ പ്രസ്ഥാനങ്ങൾ, ത്യാഗസന്നദ്ധരായ നിരവധി വ്യക്തിത്വങ്ങൾ ഈ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി. മനുഷ്യസ്നേഹികളായ ഈ പോരാളികൾക്ക് മുന്നിൽ വിദേശ ശക്തികൾ മാത്രമായിരുന്നില്ല തടസ്സം. ജമ്മികളും ഭൂപ്രഭുക്കന്മാരും അവരുടെ ഗുണ്ടകളും ഒറ്റുകാരും ദേശസ്നേഹികൾക്ക് നേരെ നിരന്തരം ആക്രമണങ്ങൾ നടത്തി. സ്വാതന്ത്ര്യ സമരത്തിന്റെ മുഖ്യധാരാ പ്രസ്ഥാനങ്ങൾ ദുഷ്പ്രഭുത്വങ്ങളോട് കൂട്ടുകൂടിയ കാലഘട്ടത്തിലാണ് സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ രാജ്യത്ത് പ്രചാരം കൊള്ളുന്നത്. കർഷകന്റെയും പാവപ്പെട്ടവന്റെയും അധസ്ഥിത വിഭാഗങ്ങളുടെയും കണ്ണീരൊപ്പുന്നതോടൊപ്പം ദേശസ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടങ്ങൾ മുഴുകുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റുകാർ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെയും ജമ്മി മുതലാളി മാടമ്പി വർഗങ്ങളുടെയും കണ്ണിലെ കരടായി മാറി. പിറന്നു വീണ കാലം മുതൽ അടിച്ചമർത്തി ഇല്ലാതാക്കാനുള്ള അതിക്രൂരമായ ആക്രമണങ്ങൾക്കാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇരയായത്. പക്ഷേ കർഷകരുടെയും പാവപ്പെട്ടവരുടെയും സ്വപ്നവും പ്രതീക്ഷയുമായി മാറിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഈ ആക്രമണങ്ങളെയെല്ലാം അതിജീവിച്ചു. അധസ്ഥിതന്റെ ശാശ്വത മോചനത്തിനായി ഹൃദയരക്തമൊഴുക്കാൻ പോലും തയ്യാറായി ധീരന്മാരായ ഒട്ടനവധി സഖാക്കൾ ചെങ്കൊടി കീഴിൽ അലകടൽ പോലെ അണിനിരന്നു. ഒരു ദശകമിവിട ഇതു വിട ചൊല്ലി മറയുന്നു ഒരു പൂമരക്കാറ്റു പെയ്ത പോലെ. ഒരു ദശകമിവിട ഇതു വിട ചൊല്ലി മറയുന്നു ഒരു പൂമരക്കാറ്റു പെയ്ത പോലെ. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ.
സഖാവേ സഹോദരാ നാം കേട്ട ദീർഘമുദ്രാവാക്യം. തോൽക്കയില്ല, തോൽക്കുവാനോ മനസ്സില്ല, തോറ്റുവെങ്കിൽ തോറ്റുകാലം. കേൾക്കൂ സഖാവേ ചരിത്രമേൽപ്പിക്കുന്ന വാക്കുകൾ പാടി നാം എന്നും. ഒരു ദശകമിവിടെ ഇതു വിട ചൊല്ലി മറയുന്നു. ഒരു പൂമരക്കാറ്റു പെയ്ത പോലെ നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തന്മുദ്രകൾ. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തന്മുദ്രകൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരിക്കൊണ്ടിരിക്കെ അഹിംസയിലൂന്നിയ സമരരീതികളുമായി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസുകാർ ഉപവാസ സമരവും ധർണയും നടത്തുമ്പോൾ, മറുഭാഗത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ വിപ്ലവകാരികളായ യുവാക്കൾ പല സ്ഥലങ്ങളിലും കായികമായ ചെറുത്തുനിൽപ്പുകൾ സംഘടിപ്പിച്ചു. ഇത്തരമൊരു ചെറുത്തുനിൽപ്പിനിടയിൽ ഒരു ബ്രിട്ടീഷ് ഓഫീസർ വധിക്കപ്പെട്ടു എന്ന കാരണത്തിലാണ് ഭഗത് സിംഗും സഖാക്കളും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നത്. 1931 മാർച്ച് 23 ഭഗത് സിംഗ്, സുഖ്ദേവ് സിംഗ്, രാജ്ഗുരു എന്നിവരെ കൊലമരത്തിന് മുന്നിലെത്തിച്ചു. കൊലക്കയർ നോക്കി ഒരു ചെറുചിരിയോടെ മുഷ്ടി ചുരുട്ടി വാനിലേക്ക് ഉയർത്തി ഇൻകുലാബ് സിന്ദാബാദ് എന്നുറക്കെ വിളിച്ചുകൊണ്ട് രക്തസാക്ഷിത്വത്തിന്റെ അനശ്വരതയിലേക്ക് ഈ ധീര ദേശാഭിമാനികൾ നടന്നു കയറി. അവനവനു വേണ്ടിയല്ലാതെ അവരന്നു ചുടു രക്തമുറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. അവനവനു വേണ്ടിയല്ലാതെ അവരന്നു ചുടുരക്തമുറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. മരണത്തിലൂടെ ജനിച്ചവൻ സ്മരണയിൽ ഒരു രക്തതാരകം രക്തസാക്ഷി. മരണത്തിലൂടെ ജനിച്ചവൻ സ്മരണയിൽ ഒരു രക്തതാരകം രക്തസാക്ഷി. മെഴുകുതിരി നാളമായി വെട്ടം പൊലിപ്പിച്ചു ഇരുൾ വഴിയിൽ ഊർജമായി രക്തസാക്ഷി. മെഴുകുതിരി നാളമായി വെട്ടം പൊലിപ്പിച്ചു ഇരുൾ വഴിയിൽ ഊർജമായി രക്തസാക്ഷി. പ്രണയവും പൂക്കളും ശബളമോഹങ്ങളും നിറമുള്ള കനവുമുണ്ടായിരുന്നെങ്കിലും, പ്രണയവും പൂക്കളും ശബളമോഹങ്ങളും നിറമുള്ള കനവുമുണ്ടായിരുന്നെങ്കിലും, നേരിന്നു വേണ്ടി നിതാന്തം ഒരാദർശ വേരിന്നു വെള്ളവും വളവുമായൂറിയോൻ. അവനവനു വേണ്ടിയല്ലാതെ അവരന്നു ചുടുരക്തമുറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. സ്വാതന്ത്ര്യ സമരത്തിന്റെ ബഹിർസ്ഫുരണങ്ങൾ കേരളത്തിലും അലയടിച്ചു. ബ്രിട്ടീഷുകാരുമായി ചേർന്ന് കർഷകരെ കൊള്ളയടിച്ചുകൊണ്ടിരുന്ന ജമ്മിവർഗത്തിനെതിരെ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായ സമരങ്ങൾ നടന്നു. ജമ്മിയുടെ കളപ്പുരയിൽ നിറയെ നെല്ലുണ്ടായിട്ടും പകലന്തിയോളം ജോലി ചെയ്യുന്ന പാവപ്പെട്ട കർഷക തൊഴിലാളികളുടെ മക്കൾക്ക് ഒരു നേരത്തെ കഞ്ഞിവെക്കാനുള്ള അരിയില്ലാതെ പട്ടിണി കിടക്കേണ്ട അവസ്ഥയായിരുന്നു. ഉശരന്മാരായ സഖാക്കൾ കാവൽ നിന്ന ഗുണ്ടകളെ തട്ടിമാറ്റി കളപ്പുരയിലേക്ക് കയറി നെല്ലെടുത്ത് പാവങ്ങൾക്ക് വിതരണം ചെയ്തു. പലയിടങ്ങളിലും സംഘർഷമുണ്ടായി. കയ്യൂരിൽ സഖാക്കളെ അതിഭീകരമായി വേട്ടയാടി. മർദ്ദകവീരനായ ഒരു പോലീസുകാരൻ മുങ്ങി മരിച്ചത് കൊലപാതകമെന്നാരോപിച്ച് 4 സഖാക്കളെ വധശിക്ഷയ്ക്ക് വിധിച്ചു. കയ്യൂരിന്റെ പൊന്നോമനകളായ അപ്പു, ചിരുകണ്ഠൻ, അബൂബക്കർ, കുഞ്ഞമ്പു നായർ. തൂക്കുമരത്തിന് കീഴിൽ നിന്ന് ഭഗത് സിംഗും കൂട്ടരും വിളിച്ച അതേ മുദ്രാവാക്യം ഇൻകുലാബ് സിന്ദാബാദ് എന്നുറക്കെ വിളിച്ചുകൊണ്ട് ആ ധീര സഖാക്കൾ രക്തസാക്ഷിത്വം വരിച്ചു. ഇമ്മണ്ണിനാ ചോര ചിന്തിടാൻ നമ്മള
എത്രയെത്ര പോരാട്ടങ്ങൾ, എത്രയെത്ര രക്തസാക്ഷിത്വങ്ങൾ. കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതിൽ നിന്നും ദൈവത്തിന്റെ സ്വന്തം നാടെന്ന വിശേഷണത്തിലേക്ക് കേരളം എത്തപ്പെട്ടത് ഒരു രാത്രി പുലരുമ്പോൾ സംഭവിച്ച അത്ഭുതമല്ല. അയിത്തവും തൊട്ടുകൂടായ്മയും ജാതി മേൽക്കോയ്മയും അന്ധകാരത്തിലാഴ്ത്തിയ കേരള സമൂഹത്തിൽ നവോത്ഥാന നായകർ കൊളുത്തിവെച്ച കൈത്തിരി ഏറ്റുവാങ്ങി വെളിച്ചത്തിലേക്ക് നയിച്ചത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. താഴ്ന്ന ജാതിക്കാരന് ക്ഷേത്രത്തിൽ ആരാധന നടത്തുവാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി സമരം ചെയ്യാൻ പോലും മുന്നിലുണ്ടായത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ബസൂരി എന്ന മാറാരോഗം പിടിപെട്ട് നരകതുല്യം ജീവിച്ചവരെ ഒപ്പം നിന്ന് പരിചരിച്ചത് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. എന്നിട്ടും ശത്രുവർഗം നാടിന്റെ പ്രിയപ്പെട്ടവരായ സഖാക്കളെ അരിഞ്ഞു തള്ളിക്കൊണ്ടേയിരുന്നു. ചെഞ്ചോരപ്പൂക്കളായി പുഞ്ചിരിച്ച് എത്ര സഖാക്കളെ മണ്ണിൽ വീണു. ചെങ്കൊടിക്കേറെ ചുവപ്പു നൽകി എത്ര ധീരന്മാർ മറഞ്ഞുപോയി. ചെഞ്ചോരപ്പൂക്കളായി പുഞ്ചിരിച്ച് എത്ര സഖാക്കളെ മണ്ണിൽ വീണു. ചെങ്കൊടിക്കേറെ ചുവപ്പു നൽകി എത്ര ധീരന്മാർ മറഞ്ഞുപോയി. തോക്കുതൻ മുന്നിലും തടവറ തന്നിലും ചെങ്കൊടി സിരകളിൽ അഗ്നിയായി. വീറോടെ പൊരുതുവാൻ വീര്യമായി വീഴുമ്പോൾ താങ്ങിടും തോഴനായി. ചെങ്കൊടി കീഴിലായി പോരാടി നേടിയ നന്മകളല്ലേ നമുക്കിന്നുള്ളൂ. ചെഞ്ചോരപ്പൂക്കളായി പുഞ്ചിരി. സ്വാതന്ത്ര്യത്തിന് ശേഷവും എത്രയെത്ര കൂട്ടക്കൊലപാതകങ്ങൾ ഒഞ്ചിയത്തും ചീമേനിയിലും കൂത്തുപറമ്പിലും തുടങ്ങി. കേരളത്തിലങ്ങോളം ഇങ്ങോളം സഖാക്കളെ വെടിവെച്ചും വെട്ടിയും കുത്തിയും തീയിലിട്ട് ചുട്ടും കൊന്നുതള്ളി. ശത്രുവർഗം മാറി മാറി വരുന്നു. ഇന്നും ആയുധങ്ങളുമായി അവർ ഇരുട്ടിൽ തക്കം പാർത്ത് പതുങ്ങിയിരിപ്പുണ്ട്. പക്ഷേ ഇവരുടെ ഭീഷണികൾക്കൊന്നും തകർക്കാനാവുന്നതല്ല കമ്മ്യൂണിസ്റ്റുകാരന്റെ ചങ്കുറപ്പ്. തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന ലക്ഷ്യം നേടിയെടുക്കുന്നതുവരെ നമ്മൾ ഈ നാടിന്റെ സമരപഥങ്ങളിൽ പൊരുതിക്കൊണ്ടേയിരിക്കും. മനുഷ്യനാകണം, മനുഷ്യനാകണം, ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. മനുഷ്യനാകണം, മനുഷ്യനാകണം, ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. കൊന്നു ഞങ്ങളെ കൊന്നു തള്ളിടാം, എങ്കിലെന്തു തോൽക്കുകില്ല താണു മാർക്സിസം. തോൽക്കുകില്ല, തോറ്റുവെങ്കിലില്ല മാർക്സിസം. രാജ്യത്തെ ഓരോ മനുഷ്യനും ഒരു നാൾ മാർക്സിസം എന്ന മാനവികതയുടെ പ്രത്യയശാസ്ത്രത്തെ കണ്ടെത്തുക തന്നെ ചെയ്യും. രാജ്യത്തെ ഓരോ തെരുവുകളിൽ നിന്നും ഇൻകുലാബ് വിളികൾ മുഴങ്ങും. മനുഷ്യമോചനത്തിന്റെ പടപ്പാട്ടുകൾ പാടി മനുഷ്യസ്നേഹത്തിന്റെ വറ്റാത്തുറവുകളിലൂടെ വർഗസമരത്തിന്റെ കനൽപാതകൾ താണ്ടി ജനകീയ ജനാധിപത്യ വിപ്ലവത്തിന്റെ ഊർവരതയിലൂടെ കമ്മ്യൂണിസം എന്ന ഉദാത്തമായ സ്വപ്നഭൂമികയിലേക്കുള്ള കാലത്തിന്റെ മഹാപ്രയാണത്തിൽ രാജ്യത്തെ ഓരോ മനുഷ്യജീവിയും ഒരു നാൾ കയ്യൊപ്പ് ചാർത്തും. അടിമനുകം ചുമലിൽ തൂക്കിയ തൊഴിലാളികളെ, ദുരിതക്കണ്ണീർ കയത്തിൽ മുങ്ങിയ ദരിദ്രകോടികളെ, മനുഷ്യജീവികളെ, സഹോദരങ്ങളെ. അടിമനുകം ചുമലിൽ തൂക്കിയ തൊഴിലാളികളെ, തളർന്നു പോകാതുറച്ച കാലിൽ പിടഞ്ഞെണീക്കൂ. ഈ കനൽ വഴികളെ കടന്നു ചെന്നാൽ ചുവന്ന പൂക്കാലം, നമ്മുടെ ചുവന്ന പൂക്കാലം.
എത്ര തലമുറയായി സഹിച്ചു നിങ്ങൾ, മൃഗങ്ങളെക്കാൾ നികൃഷ്ടരായി കഴിഞ്ഞു നിങ്ങൾ. നിങ്ങളൊഴുക്കിയ ചോരവിയർപ്പിൽ നിന്നല്ലോ ജന്മികൾ മുത്തും പൊന്നും വാരിക്കൂട്ടുന്നു. നിങ്ങൾ ഞെരിഞ്ഞു തകർന്നു വീണ ഭൂമിയിലല്ലോ ചൂഷകർ മണിമേടകളിൽ സുഖിച്ചു വാഴുന്നു. ഉണരൂ സഖാക്കളേ, പൊരുതൂ സഖാക്കളേ, ഈ കനൽ വഴികളെ കടന്നു ചെന്നാൽ ചുവന്ന പൂക്കാലം, നമ്മുടെ ചുവന്ന പൂക്കാലം. എത്ര സോദരിമാരുടെ മാനം ചീന്തി, എത്ര കിടാങ്ങൾ നൊന്തു കരഞ്ഞി മണ്ണിൽ ചേർന്നു. നിങ്ങളുടെ അസ്ഥികൾ ഉരുക്കി വാർത്ത ചങ്ങലയല്ലോ ജന്മം മുഴുവൻ നിങ്ങൾ തന്നെ അണിയുന്നു. നിങ്ങൾ പിടഞ്ഞു മരിച്ചു വീണ മണ്ണിതിലല്ലോ മർദ്ദകർ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി ജയിൽ തീർക്കുന്നു. ഉണരൂ സഖാക്കളേ, പൊരുതൂ സഖാക്കളേ, ഈ കനൽ വഴികളെ കടന്നു ചെന്നാൽ ചുവന്ന പൂക്കാലം, നമ്മുടെ ചുവന്ന പൂക്കാലം. അടിമനുകം ചുമലിൽ തൂക്കിയ തൊഴിലാളികളെ, അടിമനുകം ചുമലിൽ തൂക്കിയ തൊഴിലാളികളെ,